നിനക്ക് വേറെ പണിയൊന്നുമില്ല, അതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? അല്ലെങ്കിൽ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത്, എനിക്ക് അന്ന് നല്ല മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ല, ഇപ്പോഴും ഇല്ല, എന്നാലും ഒരു ഫോൺ, അതായത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഐഫോൺ, അവൻ്റെ കയ്യിൽ ഐഫോൺ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവൻ്റെ കൂടെ ഇന്ന്, അല്ല അവൻ്റെ ആ ഫോണിൽ സാധനം എടുക്കണമെന്നൊക്കെ. ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്ന് ക്യൂ നിൽക്കും, ചെറുക്കാൻ പറയും പോയിട്ട് പിന്നെ വാ, നാളെ വാ, മറ്റന്നാ ഈ എഴപ്പിച്ച് ഒരു മാസം ഇങ്ങനെ ഇട്ട് അവനെ പറയാൻ ഞാൻ പിന്നെ അവൻ കളഞ്ഞു. അപ്പോൾ അവനും എൻ്റെ അടുത്ത് യൂട്യൂബിൽ കയറുന്നതിന് മുമ്പായിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ അഭിപ്രായമൊക്കെ ചോദിച്ചടേ, ഞാൻ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ സക്സസ് ആവുകൂടി, നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവൻ IT ഫീൽഡാണ്. അവൻ എന്തൊരു യൂട്യൂബിൻ്റെ ആൽഗരിതം അറിയോ, ടോപ്പ് ചാനൽ അറിയോ, മറ്റേതറിയോ മറിച്ചത്, അതുകൊണ്ട് ഭയങ്കര താറ്റക്കം. ഞാൻ പറഞ്ഞടേ എനിക്കിതൊന്നും അറിഞ്ഞില്ല, ഞാൻ ജസ്റ്റ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്ക് ഇതിനകത്ത് വേറെ ഇതിനൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീഡിയോസൊക്കെ റീച്ചായി തുടങ്ങിയിട്ട് പ്ലേ ബട്ടനൊക്കെ കിട്ടിയിട്ട് അവൻ്റെ പേരിൽ തന്നെ ഞാൻ അത് ഡെഡിക്കേറ്റ് ചെയ്താണ് ആ പ്ലേ ബട്ടൺ ഇട്ടത്. ആ സാധനം കയറി സംഭവം ഇതായി. അപ്പം ആ ഒരു സിനിമ ഡയലോഗില് ആ ഒരു ഫ്രണ്ടിനോട് ഇപ്പൊ ഒരു മറുപടി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏത് ഡയലോഗ് പറയും? നീ പോ മോനെ ദിനേശ എന്ന് പറയും. അത് വിളിച്ചു. യൂട്യൂബിൽ നിന്ന് നല്ല ഇൻകം ഒക്കെ ഉണ്ട് അല്ലെ? അത്യാവശ്യമുണ്ട്. അപ്പം വീട്ടിലെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഒരു റിപ്ലൈ എന്താണ് അതിനെ പറ്റി? അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് അങ്ങനെയുള്ള ചിലവും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഇപ്പോൾ അവർക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ നിന്റെ മക്കൾ കൊള്ളാം, നിങ്ങളുടെ മക്കൾ കൊള്ളാം എന്നൊക്കെ രീതിയിൽ അവർക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ്. അപ്പോൾ അവർക്ക് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആദ്യമൊന്നും അങ്ങനെ അല്ലായിരുന്നു, ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് അവർക്കൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്കും ഞങ്ങളെപ്പറ്റി അഭിമാനമാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോസ് ഒക്കെ എടുക്കുമ്പം എവിടെയാണ് കൂടുതൽ ടൈം പോകുന്നത്? ഫോർ എക്സാമ്പിൾ അമ്മയും അച്ഛനും ഒക്കെ വരുന്നുണ്ട്, അപ്പം ആരാണ് ഏറ്റവും കൂടുതൽ ലാഗോ അല്ലെങ്കിൽ അടിപൊറുക്കലോ? അത് കൂടുതൽ അമ്മ തന്നെയാണ്. അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ഓൾ കേരള കുടുംബ വിളക്ക് സുമിത്ര ഫാൻസ് അസോസിയേഷൻ്റെ മണ്ഡലം പ്രസിഡന്റാണ് ആള്. എന്താണ് അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമിത്രയുടെ ആ ഒരു എല്ലാ സാധനങ്ങളും ഒപ്പിയെടുക്കുന്ന ആളാണ്. ഫുൾ ടൈം എന്ന് കുടുംബവിളക്ക് ആ ഒരു സംഭവമാണ്. അപ്പോൾ കറക്റ്റ് സീരിയൽ ടൈപ്പാണ് അമ്മ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഡയലോഗ് പറയുമ്പോൾ സുമിത്ര നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ സുമിത്ര ആ ഒരു ഇതാണ്. എപ്പോഴും നമ്മളൊരു സാമ്പിൾ പറഞ്ഞാലും സുമിത്രയാണ് മനസ്സിലാദ്യം കൊണ്ടുവന്ന് ചെയ്യണം. സ്വന്തമായിട്ട് ഞാൻ പറയും സ്വന്തമായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അമ്മയ്ക്ക് അതേ വരുള്ളൂ. അമ്മ എന്ന് പറഞ്ഞാലും സുമിത്ര രീതിയിലേ ചെയ്യും. തല്ലി പഠിപ്പിച്ചാൽ അത്രേ വരുള്ളൂ, അതിന് കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ. അപ്പൊ അച്ഛൻ എങ്ങനെയാണ്? അച്ഛൻ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളെക്കാൾ മുമ്പ് ഫസ്റ്റ് എല്ലാം ഒറ്റട്ടേക്ക് തന്നെ ഓക്കെ ആക്കി. അതാണ് കുറെ അഭിപ്രായങ്ങളുണ്ട്, എങ്ങനെ ചെയ്യണം, അല്ലെ ക്യാമറ എങ്ങനെ വെക്കണം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ട് പുള്ളിക്ക്. പുള്ളി നേരത്തെ ഈ ഫീൽഡിൽ വന്നിരുന്നെങ്കിൽ നല്ല ലെവലായേനെ. ആളുടെ മോൻ എന്ന രീതിയിൽ അറിയപ്പെടും. അതെ, പക്ഷെ അത് കുഴപ്പമില്ല, ഇത് മെറിറ്റ് സീറ്റ് കയറി വന്നു. അതെ, അതുകൊണ്ട് അച്ഛൻ എന്ന രീതിയിൽ അറിയപ്പെടും. ഓക്കെ, അപ്പൊ ഇവിടെ നടക്കുന്ന ഫണ്ണി മൊമെന്റ്സ് ഒക്കെ എന്തൊക്കെയാണ്? നമുക്ക് ചിലപ്പോൾ 1 മിനിറ്റ് വീഡിയോയിൽ നമ്മൾ ഷൂട്ട് ചെയ്യണത്, ആ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവൾ ഒരുങ്ങി എടുക്കാൻ വേണ്ടി ഏകദേശം 2 മണിക്കൂറുള്ള സമയം അങ്ങനെ പോകും.